വ്യോമയാന മേഖലയിൽ ചൈനയുടെ സഹായം തേടി പാകിസ്ഥാൻ. ചൈനീസ് നിർമ്മിത J-35 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വാങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെങ്കിലും ഭാരതത്തെ നേരിടുക എന്ന ഉദ്ദേശമാണ് ശതകോടികളുടെ പ്രതിരോധ ഇടപാടിന് പിന്നിൽ. എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുന്നു. നന്ദൻ, ഇടപാടിന്റെ വിശദാംശങ്ങൾ. ചൈനയുടെ സൈനിക മേധാവി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ J-35 വിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഊർജിതമായ ചർച്ചകൾ ആരംഭിച്ചത്. ഭാരതത്തെ നേരിടാനാണ് പാകിസ്ഥാൻ വ്യോമയാന മേഖലയിൽ ചൈനയുടെ പിന്തുണ തേടിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചൈനയിൽ നിന്നും സ്റ്റെൽത്ത് ഫൈറ്റർ J-35 വിഭാഗത്തിൽപ്പെടുന്ന 40 വിമാനങ്ങൾ വാങ്ങാനാണ് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകൾ. അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ചൈന ആദ്യമായിരിക്കും മറ്റൊരു രാജ്യത്തിന് വിൽക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. പ്രതിരോധ ഇടപാടുകളിൽ വ്യക്തമായ ഇടം നേടുക എന്ന ലക്ഷ്യവും പാകിസ്ഥാനുമായുള്ള ഇടപാടിൽ ചൈന ലക്ഷ്യം വെക്കുന്നു. വിമാനങ്ങൾ വാങ്ങുവാനുള്ള കരാർ ഒപ്പിട്ടാൽ 2 വർഷത്തിനുള്ളിൽ ആദ്യ ബാച്ച് J-35 വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ നമുക്കറിയാം കടുത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ജീവനക്കാർക്ക് ശമ്പളമോ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള പണമോ ഇല്ലെന്നിരിക്കെ ശതകോടികളുടെ പ്രതിരോധ ഇടപാടാണ് പാക് സൈന്യം തയ്യാറെടുക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ഇടപാട് അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അന്നത്തിന് വകയില്ലെങ്കിലും ഭാരതത്തെ നേരിടുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. നിലവിൽ ചൈനീസ് യുദ്ധവിമാനങ്ങൾ പാക് വ്യോമസേനയുടെ പക്കലുണ്ട്. ചൈനയുമായി ചേർന്ന് നിർമ്മിച്ച J-17 തണ്ടർ വിമാനങ്ങൾ പാകിസ്ഥാൻ കൂടുതലായി ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഉൾപ്പെടെയുള്ള ചൈനീസ് നിക്ഷേപങ്ങൾക്കുള്ള സുരക്ഷയ്ക്ക് വേണ്ടി ചൈനയുടെ സൈന്യത്തെ പാകിസ്ഥാനിൽ വിന്യസിക്കുമെന്നുള്ള സൂചനകളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്.